പ്രിയമുള്ളവരെ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPM-ന്റെ ഏറ്റവും തലമുതിർന്ന നേതാവുമായ സഖാവ് VS അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന മൗനജാഥയ്ക്ക് ശേഷമുള്ള അനുശോചന സമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ അനുശോചന സമ്മേളനത്തിന്റെ അധ്യക്ഷനായി സഖാവ് TK റഫീഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാ പ്രിയങ്കരനുമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവുമായ സഖാവ് VS അച്യുതാനന്ദൻ സഖാവിൻ്റെ വിയോഗത്തിൽ ദുഃഖം അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈസ്റ്റ് ഓഫീസർ കമ്മിറ്റി അവരുടെ ക്ഷണിക്കുന്നു. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരെ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയമുള്ള നാട്ടുകാരെ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും CPM-ന്റെ ഏറ്റവും തലമുതിർന്ന നേതാവും കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സമരസൂര്യനായിരുന്ന ജനകീയതയുടെ ഭാഗമായി VS എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന മഹാനായ സഖാവ് VS നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. ഇന്നും VS-ന്റെ ഭൗതിക ശരീരം ഏതാണ്ട് 4 മണി 5 മണിയോടുകൂടി ആലപ്പുഴയിലെ ഐതിഹാസികമായ വലിയ ചുടുകാട് അവിടെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം, ഇന്ന് TV ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലെല്ലാം ഇന്ന് 10,000-ങ്ങൾ ആണ് ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മിനിഞ്ഞാന്ന് 3:30 മണി സമയത്ത് തിരുവനന്തപുരത്തെ SUT ഹോസ്പിറ്റലിൽ നിര്യാതനായതിനു ശേഷം 10,000-കണക്കിന് ആളുകളാണ് ഒത്തുകൂടി അദ്ദേഹത്തിന്റെ മൃതശരീരം കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്നത്. ആ പ്രവാഹം ഇന്ന് ഈ നിമിഷം വരെ ഇങ്ങനെ ഒഴുകുകയാണ്. സഖാവ് VS എന്ന രണ്ടക്ഷരത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം, വളരെ ചെറുപ്പകാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകർഷനായി സഖാവ് P കൃഷ്ണപിള്ള, ഈ പാർട്ടിയുടെ സൈദ്ധാന്തികനും വഴികാട്ടിയുമായ സഖാവ് P കൃഷ്ണപിള്ള വിളിച്ച പേരിലൂടെ സഞ്ചരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായി, ഏതാണ്ട് നിയമസഭാ അംഗമായി 4 ടേമിൽ നിയമസഭാ അംഗമായി തന്നെ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം, അങ്ങനെ വിവിധ നിലകളിൽ അദ്ദേഹം നേതൃത്വ പാടവം തെളിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നാടിനു വേണ്ടി, കേരളത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയും
ഒക്കെ പ്രവർത്തിച്ച് ഉള്ള സഖാവാണ് VS. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, അതുപോലെ തന്നെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടം മാത്രവുമല്ല, അദ്ദേഹം ഒരു പരിസ്ഥിതിവാദി കൂടിയായിരുന്നു. നമ്മുടെ നാട്ടിൽ പരിസ്ഥിതി ലോബികൾ, പരിസ്ഥിതി വിരുദ്ധ ലോബികൾ അഴിഞ്ഞാടുമ്പോൾ അതിനെതിരെല്ലാം ശക്തമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വരികയും പോരാടുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് സഖാവ് VS. ആ സഖാവിന്റെ ഏതാണ്ട് 8 പതിറ്റാണ്ട് കാലത്തോളം നമ്മുടെ കേരളീയ സമൂഹത്തിൽ പാവപ്പെട്ടവരും സാധാരണക്കാരനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം നിലകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം 1946 കാലഘട്ടങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരോധിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഒളിവിലിരുന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രവുമല്ല, 1946 അദ്ദേഹം ഒളിവിൽ കഴിയുന്ന ആ സന്ദർഭത്തിൽ 1946 അദ്ദേഹം പൂഞ്ഞാറിൽ വെച്ച് പോലീസ് പിടിയിലാകുന്നത്. അങ്ങനെ പോലീസ് പിടിച്ച് ലോക്കപ്പിൽ കൊണ്ടുപോയി ലോക്കപ്പിന്റെ സെല്ലിൽ കാലുകൾ രണ്ട് കെട്ടിയിട്ട് അത് കാല് വലിക്കാതിരിക്കാൻ ലാത്തിപടി പുറകെ വെച്ച് അങ്ങനെ കെട്ടിയിട്ട് തോക്കിന്റെ ബോണറ്റ് കൊണ്ട് കുത്തിയിറക്കി അങ്ങനെ അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അന്ന് ഇടിയൻ വാസുപിള്ള എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ്. ഈ രഹസ്യാന്വേഷണത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഇടിയൻ വാസുപിള്ള. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സഖാവ് VSനെ ഇടിച്ച് അതിക്രൂരമായി മർദ്ദിച്ചത്. അവസാനം മരിച്ചു എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പോലീസുകാർ തന്നെ വഴിയിൽ ഉപേക്ഷിച്ചു പോകാനായി കൊണ്ട് തള്ളുവാനായിട്ട് മറ്റെവിടെയോ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് തള്ളുവാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് അല്പജീവൻ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അത് ഉപേക്ഷിക്കുന്ന ആ സ്ഥിതിയിലേക്ക് അതിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം അങ്ങനെയാണ് ഇന്ന് ജീവിക്കുവാൻ ഇടയായിട്ടുള്ളത്. അങ്ങനെ അതിക്രൂരമായ മർദ്ദനം, അതിക്രൂരമായ പീഡനം പോലീസിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആശയ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് 1964 കമ്മ്യൂണിസ്റ്റ് CPM രൂപീകരിച്ചത്. അങ്ങനെ ആ CPIയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഒന്നായിരുന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലിൽ നിന്നും 32 പേർ ഇറങ്ങി പോകുന്നതാണ് CPIM രൂപീകൃതമായത്. ആ സന്ദർഭത്തിൽ ആ 32 പേരിൽ ഒരാളാണ് സഖാവ് VS. CPM ശേഷം നടത്തിയിട്ടുള്ള ആ പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള കേരളീയ സമൂഹത്തിലാകമാനം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ VS ഏതാണ്ട് 10-12 വർഷക്കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, ഈ നിലകളിലെല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവും അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള മികവ്, അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് വ്യതിചലിക്കാതെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അടക്കമുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ ധീരോദാത്തമായ നിലപാടുകൾ നമ്മുടെ കേരളീയ സമൂഹം കണ്ടതാണ്. നമുക്കറിയാം, ഏതാണ്ട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പോടക്കുമ്പോൾ പട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വീണ്ടും പ്രസംഗിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ശേഷം അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും ക്ഷീണിതനായി പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പോലും നമുക്കറിയാം, 10 വർഷക്കാലമായി അദ്ദേഹം പൊതുരംഗത്ത് ഇല്ലാതിരുന്നിട്ട് പോലും ഇന്ന് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ 10,000 കണക്കിന് ആളുകളാണ്
10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തുകയാണ്. ആ തരത്തിൽ സഖാവ് VS ഇന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിൽ ഇന്നും ഇടം പിടിച്ച് മായാതെ മറയാതെ ജനമനസ്സുകളിൽ ഇന്നും തങ്ങി നിൽക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഇന്ന് ഈ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് VS മരിച്ചതിന് ശേഷം ഉള്ള ജനങ്ങളുടെ അദ്ദേഹത്തോടുള്ള ആ കടപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ VS എന്ന് പറഞ്ഞ ആ 2 ലക്ഷത്തിൽ പറഞ്ഞാൽ VS ഒരു ജനകീയതയുടെ മുഖമാണ്. VS അച്യുതാനന്ദനും ആരും പറയില്ല. VS എന്ന 2 ലക്ഷത്തിലുള്ള സഖാവ് VS ഈ കേരളത്തിലും ഈ നാട്ടിലെ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ എല്ലാം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത ധീരനായ സഖാവാണ്. ആ സഖാവിന്റെ വേർപാട് നമ്മുടെ കേരളീയ രാഷ്ട്രീയ രംഗത്തും കേരളത്തിന്റെ പൊതുസമൂഹ രംഗത്തൊക്കെ തീരെ നഷ്ടമാണ് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ഇന്ന് കേരളമൊട്ടാകെ ഇന്ന് ആപാലപ്പെട്ട ജനങ്ങളും ഈ VSന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖത്തിലാണ്. സഖാവിന്റെ വേർപാട് ഈ കേരളീയ സമൂഹത്തിലും പ്രത്യേകിച്ച് തൊഴിലാളികളുടെ പ്രസ്ഥാനമായ CPM-നും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും നമ്മുടെ പൊതുസമൂഹത്തിലെല്ലാം അദ്ദേഹത്തിന്റെ വേർപാട് തീരാ നഷ്ടമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും ഈ പൊതുസമൂഹത്തിൽ ഈ ദുഃഖത്തിൽ ആകെ അണിനിരന്ന് അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ആമുഖ പ്രസംഗം നിർത്തുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. അടുത്തതായി അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മുട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ദേവസിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ, പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, നമ്മൾ VSന്റെ നിര്യാണത്തിൽ നമ്മൾ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളിന്ന് ഈ ചടങ്ങ് ഇവിടെ നടത്തപ്പെടുകയാണ്. നമ്മുടെ VSനെ പറ്റി പറയുകയാണെങ്കിൽ പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് സഖാവ് VS. നമ്മുടെ അദ്ദേഹം മരണപ്പെട്ട മുതൽ ഈ സമയം വരെ ആൾക്കാർ ഒഴുകിയെത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തെ ജനം എങ്ങനെ കണ്ടിരുന്നു എന്ന് ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കുട്ടനാട് പ്രദേശത്ത് ആദ്യം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്ന ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് സഖാവ് VS വളരെയേറെ പ്രയത്നിച്ചു എന്നിരുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ആ പ്രവർത്തനം അതെല്ലാവരും തങ്ങളുടെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഈ സമയത്ത് പോലും ഏറ്റവും ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതിന് മുമ്പ് പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ 10,000 അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഈ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, ദുഃഖാർത്ഥരായ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും പല ദുഃഖം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുട്ടം മണ്ഡലം പ്രസിഡന്റ് ബിജോയ് ജോണിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ അനുശോചന സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചു ആമോദപ്രസംഗം നടത്തിയ പ്രിയപ്പെട്ട ചിക്കനോട് ഈ അനുശോചന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും സുഹൃത്തുക്കളും, കേരളത്തിന്റെ വിപ്ലവ നായകൻ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ ഇന്ന് ലോകത്തോട് വിടമറിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന രംഗത്തെ 80 വർഷ കാലഘട്ടത്തെ സേവനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കാർക്കും വിസ്മരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹം കർഷക തൊഴിലാളികളോടും അതുപോലെ തന്നെ കർഷകരോടും കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോടും കയർമേഖലയിൽ തൊഴിലാളികളോടും അവരുടെ ക്ഷേമ പ്രവർത്തനത്തിനായി പ്രവർത്തിച്ച സമര പരിപാടികൾ ഒന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിഞ്ഞില്ല. ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ ജനങ്ങളുടെ പ്രിയങ്കരനായി മാറിയ പ്രിയപ്പെട്ട VSന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായുകയില്ല. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരവധിയായ നിർധനരായ പാവങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത VSന്റെ നേതൃയോഗം കേരളത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം. അടുത്തതായി അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി CPIയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് KA സന്തോഷനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷൻ വഹിക്ക്, നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം 2-3 ദിവസമായ കാലമായി നമ്മൾ ടിവിയിലും പത്രങ്ങളിലുമൊക്കെ സഖാവ് VSന്റെ വേർപാടിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ കോരിച്ചെരിയുന്ന മഴയത്തും ആലപ്പുഴ DC ഓഫീസിൽ നിന്നും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വിലാപയാത്ര 1-2 കേന്ദ്രങ്ങളിലൂടെ പ്രദർശനത്തിൽ വെച്ചതിന് ശേഷമായിരിക്കും വലിയൊരു സംശയിക്കുന്നത്. രാത്രി ഏറെ വൈകുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വിവാന്റെ ഭരണം കൊടികുത്തി വാഴുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾക്ക് കൂലിവേല ചെയ്യുവാനോ കൂലിവേല ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വേതനം ആവശ്യപ്പെടുവാനോ ഒന്നും സാധിക്കാതിരുന്ന കാലഘട്ടത്തിൽ, അവന് ജോലി കഴിഞ്ഞ് അവരുടെ കുടിലുകളിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിരുന്ന സഖാവ് ടി കൃഷ്ണപിള്ള അദ്ദേഹത്തെ കൈപിടിച്ച് പാവങ്ങളുടെ രക്ഷകനായി, പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പാർട്ടിയിലെ നിയോഗം ഏറ്റെടുത്തു. ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ സഖാവ് TK പറഞ്ഞതുപോലെ പൂഞ്ഞാറിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കൊണ്ടുപോയി അതിക്രൂരമായി നിന്ന് മർദ്ദിച്ച് അദ്ദേഹം മരിച്ചുവെന്ന് ഉറപ്പുവരുത്തി, പോലീസുകാർ ഉറപ്പുവരുത്തി. അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ ഞരക്കം മാത്രം ഉണ്ടായിരുന്നു. അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പറഞ്ഞു, നമ്മളത് ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്, ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി. അവിടെ നിന്നും അദ്ദേഹം ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടി പോരാടുകയും ഇന്ന് ഈ കാണുന്ന നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനും
അതിന് തൊഴിൽ ചെയ്യുന്നതിന് കൂലി വാങ്ങുന്നതിനും ഒക്കെയുള്ള സാഹചര്യം നമുക്ക് കിട്ടിയത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ അന്നത്തെ കാലത്ത് തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും തെരഞ്ഞു പിടിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. സഖാവിന്റെ കാലത്ത് നിന്ന് പുന്നപ്പുഴ വയലാറിന് കയ്യൂരും കൈവള്ളിയിലും ഒക്കെ സമരം നടത്തിയ സഖാക്കളെ ജീവനോടെയും അല്ലാതെയും ചുറ്റിക്കരിച്ച സ്ഥലമാണ് വലിയ ചുടുകാട്. ആ ചുടുകാടില് ചരിത്രം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഒന്നൊടുക്കി അവരെ ചുറ്റിക്കരിച്ച അതുകൊണ്ടാണ് അവിടെ വലിയ ചുടുകാട് എന്ന് അറിയപ്പെടുന്നത്. ആ കാലഘട്ടം അത്രയും ത്യാഗോജ്ജലമായ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഈ ജീവൻ പോലും ബലിയർപ്പിക്കുക ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച സഖാവ് VS. ആ VS മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം നമുക്കറിയാം. ഈ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു. സാധാരണക്കാരുടെ വിഷയങ്ങളിൽ സാധാരണക്കാരിൽ എത്ര അടുത്ത ബന്ധമുള്ളവർ സഖാവിനോട് പറഞ്ഞാലും സഖാവ് അത് നേരിട്ട് പോയി അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി കണ്ടെത്തിയ ശേഷം മരുന്ന് പരിഹാരം കാണുമായിരുന്നു. അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ട സഖാവ് അത് ആ സഖാവിന്റെ ഓർമ്മകളാണ് ഇന്ന് ജനഹൃദയങ്ങളിൽ ഇന്ന് 10,000-കണക്കിന് ആളുകളിൽ ഈ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ന് ആലപ്പുഴയിലേക്ക് ഒളിയെഴുത്തുന്നത്. ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകൾക്ക് ഈ മഴയെ നനഞ്ഞ് നിൽക്കുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. ആ സഖാവിന്റെ ഒരുപടി ഓർമ്മകൾക്ക് മുമ്പിൽ ആ സഖാവ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം എന്നൊരു പുസ്തകം തയ്യാറാക്കിയ പുസ്തകങ്ങളുള്ളതാണ്. ആ പുസ്തകങ്ങളൊക്കെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇന്നിപ്പോ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും സർക്കാർ ഓഫീസുകളിലാണെങ്കിലും ചെന്നാൽ ഇരിക്ക് സഖാവേ അല്ല ഇരിക്ക് സാർ എന്നൊരു വാക്ക് അവർ ഉച്ചരിക്കണമെന്ന് കാലഘട്ടം ഉണ്ടാക്കിയതൊക്കെ നമ്മുടെ മുന്നേ കടന്നുപോയ നമ്മുടെ നേതാക്കന്മാരാണ്. EMS അതുപോലെ AKG അടക്കമുള്ള EK നേതാവ് പോലെയുള്ള അവരുടെ ആ നിരയിൽ തന്നെ സ്ഥാനം പിടിച്ച സഖാവ് VS. ആ VSന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മുടെ ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ 1964 പാർട്ടിക്ക് രൂപം കൊടുത്ത നേതാവ് എന്ന നിലയിലും അവരോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വേർപാടിലും ഈ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനസമൂഹത്തിന്റെ ഉള്ള ആ ദുഃഖത്തിലും അദ്ദേഹത്തെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകളോടുകൂടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആദരാഞ്ജലിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ കള്ളുകാട്ടിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സഖാവ് ലക്ഷ്മിക്ക് ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളെ സുഹൃത്തുക്കൾ, കഴിഞ്ഞ 2 ദിവസമായി കേരളമൊട്ടാകെ കരുണേ കരളെ VS എന്ന മുദ്രാവാക്യം മുഴക്കി കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്താണ് ഇതിന് പിന്നിൽ? നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജനലക്ഷങ്ങളുടെ നായകനായ വിപ്ലവ നായകൻ സഖാവ് VS അച്യുതാനന്ദൻ അന്തരിച്ചിരിക്കുകയാണ്. തീർച്ചയായും ജനലക്ഷങ്ങളുടെ മനസ്സിൽ നമ്മുടെ സഖാവിന്റെ പേരുണ്ട് എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന വിലാപയാത്രയിൽ പങ്കെടുക്കുന്ന ജനലക്ഷങ്ങൾ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ഒരു മുദ്ര പതിപ്പിച്ച ആളാണ് VS എന്ന് പറഞ്ഞാൽ CPI മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും, അതുപോലെ തന്നെ പലതവണ കേരള അസംബ്ലിയിൽ MLA ആയും 2 തവണ പ്രതിപക്ഷ നേതാവായും 1 തവണ കേരള മുഖ്യമന്ത്രിയായും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ആദരവ് കൈപ്പറ്റിയ നേതാവ് തന്നെയാണ് VS അച്യുതാനന്ദൻ. അതാണ് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഏതാണ്ട് 8 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ സഖാവ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവിധ അനുശോചനങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ അയാളുടെ പാർട്ടി സഖാക്കളോടും മറ്റ് മുഴുവൻ സാമൂഹ്യ ജനങ്ങളും എല്ലാവരോടുമുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അനുശോചനം രേഖപ്പെടുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് പ്രസിഡന്റ്
ജയപരീതനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനായ അധ്യക്ഷൻ സ്പീക്കർ നൽകുന്ന പഞ്ചായത്ത് സമിതി സന്തോഷ് ഗോപി കമല എന്നീ അസോസിയേഷൻ പ്രസിഡന്റ് ഞാനുള്ള സഹോദരി സഹോദരന്മാർ, ഇന്ന് നമ്മുടെ ഈ യാത്ര നടത്തിയപ്പോൾ വിജയമായ മഴയത്തിൽ 100 കണക്കിന് പ്രവർത്തകർ മാറിയായി പങ്കെടുത്തു. മാത്രമല്ല കുറ്റത്തിന്റെ പല മേഖലകളിലും പങ്കെടുക്കാൻ ധാരാളം ആളെത്തിയത്. ഇന്നെല്ലാം നാം മനസ്സിലാക്കുന്നത് VSന്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമര പോരാളി, അതുപോലെ തന്നെ ദുർബല ജനവിഭാഗങ്ങൾ കണ്ടുവെപ്പാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അതറിഞ്ഞ ഒരു വലിയ മഹാനായിരുന്നു ഇന്ന് VSന്റെ വേർപാട് എല്ലാ ജനങ്ങൾക്കും ദുഃഖമാണ്. ഇതുപോലെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ചെയ്യുന്ന ഒരു നേതാവ് നിലവിൽ നമുക്ക് ഉണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ വിചാരത്തിൽ അദ്ദേഹം പാർട്ടിയോടൊപ്പം ഞാൻ എൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അതിനകത്തേക്ക് നന്ദി നൽകുന്നു. അടുത്തായി അനുശോചനത്തിന് വേണ്ടി കേരള കോൺഗ്രസ് എം മാണി വിഭാഗം നേതാവ് ബെന്നി പിളാപുരത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ അനുശോചനങ്ങളുടെ അധ്യക്ഷൻ പുറത്തിരിക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ നമുക്കറിയാവുന്നതുപോലെ 2 ദിവസമായിട്ട് ഈ ഓൺ ചെയ്യുന്ന ഒരു വാർത്തയുമില്ല. സമാധാനമാകാം സമര സൂര്യൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം ഇന്നത്തെ മണ്ഡലത്തിൽ ഞാൻ കാണുകയുണ്ടായി. തൊടുപുഴ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നത് മേത്തൊട്ടി എന്ന് പറയുന്ന ഒരു കോളനിയിൽ ഉള്ള മുഴുവനാളുടെയും വൃക്ഷം ഒരു ഏതൊക്കെ കത്തിയെടുക്കുന്ന അവസരം വന്നപ്പോൾ അദ്ദേഹം അവിടെ വന്ന് അതിനെ പഠിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ അതിന് ശക്തമായ നിലപാട് സ്വീകരിച്ച അദ്ദേഹം 3 കയ്യേറ്റത്തിനെതിരെയും ധീരമായ നിലപാടെടുത്തുകൊണ്ട് അതിശക്തമായ നിലപാടെടുത്താൽ CPM പാർട്ടിക്ക് മാത്രമല്ല ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു നഷ്ടമാണ്. ആ ലക്ഷ്യത്തെ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി അനുശോചനത്തിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് NM സമദിനെ ആദരവും ക്ഷണിക്കുകയാണ്. നമസ്കാരം. അത്യാവശ്യം വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ, സഹപ്രവർത്തകർ, നാട്ടുകാർ, നമുക്കറിയാം VS എന്ന് വെച്ചാൽ ആരാണ് എന്നുള്ളത്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അറിയാം. ഇന്ത്യൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ ആദർശവും മരിക്കും വരെ ആദർശം കഴിഞ്ഞിട്ട് ഓരോ മുമ്പിലും ആരുടെ മുമ്പിലും തല കുടിക്കാത്ത എന്ന രാഷ്ട്രീയ പോരാളി വിപ്ലവകാരി. ഇതൊക്കെ ഞാൻ പഠിക്കുന്നത്. ആ നേതാവ് മരിച്ചപ്പോൾ കേരളം മൊത്തം വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ ഒരടക്കം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ ഒരു നേതാവിനെ നമ്മുടെ കേരളത്തിൽ ഇനി കിട്ടുമോ ഇല്ലയോ അറിയില്ല. അവിടെ ഒരു മുഖ്യമന്ത്രി ഇടതുപക്ഷ പ്രസ്താവത്തിൽ നട്ടല്ലോടെ ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. പാവങ്ങളുടെ നേതാവ്, വിവിധ ട്രേഡ് യൂണിയന്റെ നേതാവ്, പാർട്ടി പാവങ്ങളുടെയും തൊഴിലാളി വർഗത്തിന്റെ നേതാവ്. അയാളെ വിട വാങ്ങുമ്പോൾ ഒരുപാട് കണ്ണീരോടെ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം മുട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലും ടിമ്പർ യൂണിയന്റെ പേരിലും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മുട്ടം മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ബിജു സി ശങ്കരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രത്യേക വേദിയിൽ സഹായിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രിയമുള്ളവർ, ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ വാക്കാണ് VS എന്നുള്ളത്. നമുക്കറിയാം കേരള ജനത എന്തുമാത്രം അന്യനാളിനാണ് ആ യാത്രയേപ്പ് നൽകുന്നത്. ത്യാഗോജ്വല സ്മരണയിൽ ത്യാഗോജ്വല സമരത്തിന്റെ ഏടുകളിൽ അധ്യായം എഴുതിച്ചേർത്ത് കേരളത്തിന്റെ വിപ്ലവ സൂര്യനായി പറയുന്ന സഖാവ് VSന്റെ അനുശോചനത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹം അനുവാദം ചെയ്യുന്ന പാർട്ടിയോടൊപ്പം ഈ അനുശോചനത്തിൽ മുഖ്യമന്ത്രി അസോസിയേഷനും പങ്കുചേരുന്നു, അനുശോചനം അറിയിക്കുന്നു. അടുത്തതായി അനുശോചനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് നേതാവ് ടോമി മുരുക്കിയെ ആദരവും ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന്റെ പ്രിയങ്കരനായ തുളശ്ശേരി ആമുഖ പ്രസംഗം പറഞ്ഞ് നമ്മളോട് സന്ദേശം നൽകിയ സഖാവ് TK മോഹനൻ, മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെഴ്സി ദേവസ്വം നാരായണ, അതുപോലെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച UDFന്റെ കൺവീനറും UDF കൺവീനറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായ ബിജോയ് ജോൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അതുപോലെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം ഓരോ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് ഒരു അനുശോചന യോഗത്തിൽ കൂടുതലായി ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ പോലും പ്രിയമുള്ള ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും ഓരോ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചു വരുന്നതാണ്. എല്ലാവരുടെയും പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും ഇനിയും ഒത്തിരി പേര് പ്രസംഗിക്കാനുള്ളതുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളുകയാണ്. അത് ആ രീതിയിൽ കണക്കുകൂട്ടണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ഓരോ പേരിന് ഇൻസണിടുമ്പോൾ വേലിക്കകത്ത് ശങ്കരന്റെയും അക്കാമയുടെയും മകനായി 100 വർഷങ്ങൾ ഒരു നൂറ്റാണ്ട് മുൻപ് ജനിച്ച VS അച്യുതാനന്ദൻ പൂഞ്ഞാറിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് ഇവിടെ പറയുകയുണ്ടായി. പൂഞ്ഞാറ്, കല്ലേക്കുളം, അടിവാരം, തീക്കോയി, തലനാട്, അടുക്കം, വേലത്തുശ്ശേരി, വാഗമണ്ണ പ്രദേശങ്ങളിലൊക്കെ ഒളിച്ചിരിക്കുവാനും ഒറ്റുകൊടുക്കാത്ത ആളുകളും ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് അവിടെ. കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാവർക്കും അവിടെ ചെറിയ വനങ്ങളും പുൽക്കാടുകളും പാറമടകളും പാറക്കെട്ടുകളും പാറ എള്ളുകളും ഒക്കെ ഒളിച്ചിരിക്കുവാനും ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള മനസ്സുള്ള ആളുകളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പൂഞ്ഞാറ്. ആ പ്രദേശത്ത് VS അച്യുതാനന്ദൻ, PK വാസുദേവൻ നായർ, CPIയുടെ നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. PK വാസുദേവൻ നായരും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമാണ്. എന്താണ് VS അച്യുതാനന്ദനെ വ്യത്യസ്തനാക്കുന്നത് എന്ന് ചോദിച്ചാൽ, പാവപ്പെട്ടവന്റെയും തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങളിൽ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് സത്യസന്ധമായ പ്രവർത്തനം നടത്തി സമൂഹ മനസ്സിലേക്ക് സാധാരണക്കാരായ മനുഷ്യന്റെ ഇടയിലേക്ക് ഇടം പിടിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നതിൽ ഏറ്റവും വലിയ കാര്യം. ഈ ജനമെല്ലാം അവിടെ കൂടണമെങ്കിൽ ആ മനുഷ്യർക്കൊക്കെ അദ്ദേഹത്തെ മനസ്സിൽ ലാളിക്കുന്നുണ്ട്, മനസ്സിൽ സ്നേഹമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഓരോ മനുഷ്യനും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനെ പോലെയല്ല പഴയ കാലത്ത് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകൻ. കുടുംബവും ഭാര്യയും സ്വന്തക്കാരെ എല്ലാം വിട്ടൊഴിഞ്ഞ് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ആദർശശുദ്ധിയിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഇന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തെ ഈരാറ്റുപേട്ടയിലും പാലായിലുമൊക്കെ മർദ്ദിക്കുന്ന സമയത്ത് എന്താണ് നടന്നത് എന്ന് ഇവിടെ
എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ മൃതപ്രായനായപ്പോൾ കാട്ടിലേക്ക് ഇന്നും നമ്മളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പോലീസ് കൊണ്ടുപോകുന്ന ആളുകളെ കേരളത്തിലെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റുമുട്ടലിലൂടെ കൊല്ലപ്പെടുന്നു. വിലങ്ങ് വയ്ക്കുന്ന പ്രതി എവിടെയാണ് ഏറ്റുമുട്ടലിലൂടെ കൊല്ലപ്പെടുന്നത്? ആ ഏറ്റുമുട്ടലിലൂടെ ഇന്നും കൊല്ലപ്പെടുന്നു. എങ്ങനെയാണ്? ആ രീതിയിൽ അന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ആ കൂടെ നിന്ന് ഒരു കള്ളനും ഉണ്ടായിരുന്നു ശരിക്കും ആ ലോകപ്പില്. അദ്ദേഹം പറഞ്ഞു, ഏമാനെ ഒരു കാര്യം ചെയ്യാം, ഇദ്ദേഹം മരിച്ചിട്ടില്ല. കാട്ടിൽ കൊണ്ടുപോയി കളയാൻ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഏമാനെ മരിച്ചിട്ടില്ല, നമുക്ക് ആശുപത്രിയിലേക്ക് വിടാം. അങ്ങനെ പല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് VS അച്യുതാനന്ദനെ രക്ഷപ്പെടുത്തിയത്. ഇവിടെയും മർദ്ദനമേറ്റ ആളുകൾ കാണും. ഈ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ ഒരു 25 വർഷം മുൻപ് വരെ ഉരുട്ടെന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് ഉരുട്ടിക്കൊല്ലുക. ആ 25 വർഷം മുമ്പ് വരെ ഇവിടെ നടന്നിരുന്നു. അതാണ് അന്ന് അവിടെ നടന്നത്. ഭീകരമായ മർദ്ദനമൊക്കെ ഏൽക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടോ കുടുംബത്തിന് വേണ്ടിയിട്ടോ സ്വത്തുണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല. പാവപ്പെട്ടവനെ ഉദ്ധരിക്കാൻ, അല്ലെ പാവപ്പെട്ടവന്റെ വിഷയങ്ങൾക്ക് തൊഴിലാളി കൂലി ചോദിച്ചാൽ കൂലി മേടിച്ചു കൊടുക്കുവാന്, അല്ലെ തൊഴിലാളിയുടെ ഉന്നമനത്തിന് ഒക്കെ വേണ്ടി പ്രവർത്തിച്ച പ്രിയങ്കരനായ VSനോടുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും പാർട്ടി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുമുള്ള അവരുടെ ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് എന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് നന്ദിയോടെ നിർത്തുന്നു. അടുത്തായി അനുശോചന യോഗത്തിന് വേണ്ടി സഭാവ് ചന്ദ്രബോസിനെ ആദരവ് ക്ഷണിക്കുകയാണ്. ഒരു നൂറ്റാണ്ട് നീണ്ട ജീവിതത്തിനുള്ളിൽ സഖാവ് VS നമ്മോട് വിട പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കൂടി പിന്നിടുമ്പോൾ പുന്നപ്രഭേദ രക്തസാക്ഷികൾ നിമിഷമം കൊള്ളുന്ന വലിയ ഇരുളാണ് സഖാവ് VS. അദ്ദേഹത്തിന്റെ യോഗവാർത്ത അറിഞ്ഞത് മുതൽ ജനസഹസ്രങ്ങളാണ് അദ്ദേഹത്തെ കാണുന്നതിന് വിദ്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് ഒഴുകിയെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? പ്രിയമുള്ളവരെ, ഈ കേരളത്തെ കേരളമായി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം ഒരു പ്രത്യയശാസ്ത്ര സമർപ്പണത്തിലൂടെ ഒരു ജനതയ്ക്ക് വേണ്ടി നീണ്ട 85 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം വിനിയോഗിച്ചതിൻ്റെ അത്തരത്തിൽ പ്രവർത്തനം വിനിയോഗിച്ചതിൻ്റെ അഭിവാദ്യങ്ങളാണ്, ആദരവാണ് ഈ ജനസഹസ്രങ്ങൾ സഖാവ് VSന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ രാജ്യം സഖാവ് VS എന്താണോ മുന്നോട്ട് വെച്ചത്, എല്ലാ തരത്തിലും അരികുവൽക്കരിക്കപ്പെടുന്ന രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും എല്ലാ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വികാസങ്ങളും ജീവിത സൗകര്യങ്ങളും ഒരുപോലെ ഉപയോഗിച്ചു പോകാൻ കഴിയുന്ന ഒരാശയ ആദർശത്തിന് വേണ്ടിയാണ് സഖാവ് VS തന്റെ ജീവിതം അർപ്പിച്ചത്. അത്തരം ഒന്നിലേക്ക് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ രാജ്യം അത്തരത്തിൽ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ രാജ്യം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. VSനോടുള്ള ആദരവ് എന്ന് പറയുന്നത് സഖാവ് VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ ഈ രാജ്യത്ത് ഈ ലോകത്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തങ്ങൾ ജീവാർപ്പണം ചെയ്യും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് വേണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏതായിരുന്നാലും സഖാവ് VSന്റെ ഈ യോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നായകത്വം വഹിക്കുന്ന CPI സഖാക്കൾ, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾ,
അവരുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും ഇക്കാര്യത്തിലുള്ള പ്രവർത്തനങ്ങളെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആദരം അർപ്പിക്കുകയാണ്. അഭിവാദ്യം. അടുത്തായി അനുശോചനപ്പെടുന്നതിന് വേണ്ടി LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് LDFിന്റെ കൺവീനർ സഖാവ് റജിയെ ആദരവ് ക്ഷണിക്കുകയാണ്. ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ ഈ അനുശോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലുമൊക്കെ നമ്മളെയൊക്കെ സങ്കടത്തിലാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ വേർപാട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അതെങ്ങനെയായിരിക്കും എന്നതിനുള്ള ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഇന്നലെ ഇന്നുമൊക്കെ നമ്മൾ കണ്ട ജനപ്രവാഹങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലൂടെ, അതുപോലെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങളും ഒക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വലിയൊരു നഷ്ടമാണെന്നുള്ള കാര്യമാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗത്തോടും ദുഃഖാത്തരായ കുടുംബത്തോടും മുട്ടം LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലും CPI മുട്ടം ലോക്കൽ കമ്മിറ്റിയുടെ പേരിലും അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ അനുശോചന യോഗം അവസാനിച്ചായി അറിയുകയാണ്.